കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ ടിക്കറ്റ് വിൽപ്പനയിൽ വൻ കുതിപ്പ്. നറുക്കെടുപ്പ് തീയതി കൂടി അടുക്കുന്നതോടെ ഇനിയും ആളുകൾ കടകളിലേക്ക് ഒഴുകിയെത്തുമെന്ന പ്രതീക്ഷയിലാണ് കച്ചവടക്കാർ. കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പറിന്റെ നറുക്കെടുപ്പ് ഈ മാസം 24-ാം തീയതിയാണ്. ഇതിനോടകം 37 ലക്ഷം ടിക്കറ്റുകളാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി വിറ്റഴിച്ചത്. ഒന്നാം സമ്മാനം 20 കോടി രൂപയാണ്. 400 രൂപയാണ് ഒരു ടിക്കറ്റിന്റെ വില. വലിയ തിരക്കാണ് പല കടകളിലും അനുഭവപ്പെടുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ ബമ്പറടിച്ച കടകളെ മാത്രം ലക്ഷ്യമാക്കി എത്തുന്ന ആളുകളുമുണ്ട്. ചേട്ടാ, ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പറിന്റെ സെയിൽ എങ്ങനെയുണ്ട്? നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അതായത് ഡെയിലി ഒരു 50-60, ചില ദിവസങ്ങളിൽ അതിൽ കൂടുതൽ പോകും. എങ്ങനെയായാലും 50 വെളിയിൽ പോകുന്നുണ്ട്. നല്ല രീതിയിൽ നടക്കും. നമ്മുടെ കടയിൽ നിന്ന് പ്രൈസ് കിട്ടും. ആൾക്കാർക്ക് ഒരു പ്രതീക്ഷയുണ്ട്. ബമ്പർ എത്ര ടിക്കറ്റ് പോയി കാണും ഇതുവരെ? അപ്പം 10,000, 1500 അതിൽ കൂടുതൽ ആ റേഞ്ചിൽ പോകുന്നുണ്ട്. കച്ചവടം നല്ല കച്ചവടമാണ്. ഓണം ബമ്പറിൻ്റെ അടക്കമുള്ള നല്ല കച്ചവടമാണ്. ഇവിടെ ഏകദേശം എത്ര ടിക്കറ്റ് വിറ്റ് കാണും? ഇവിടെ ഡെയിലി ഒരു 10-25 പോകും. ടിക്കറ്റ് അടിച്ചാൽ എന്തൊക്കെ ചെയ്യണമെന്ന് ഇതിനോടകം ആലോചിച്ച് കൂട്ടുന്നവരുമുണ്ട്. ചേട്ടനിപ്പോൾ ഒരു ടിക്കറ്റ് അടിച്ചെന്ന് തോന്നുന്നു, കയ്യിൽ പൈസ വാങ്ങുന്നുണ്ട്. ഇപ്പോൾ ഒരെണ്ണം അടിച്ചു 1000 രൂപ. ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ എടുത്തിട്ടുണ്ടോ? ഇല്ല, എടുക്കണം. ഇന്നോ നാളെ എടുക്കും. പ്രതീക്ഷ എന്താണ്? പൈസ കിട്ടി കഴിഞ്ഞാൽ ടിക്കറ്റ് ഒന്നാം സമ്മാനം അടിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ല. മാന്യമായിട്ട് ജീവിക്കുക, അത്രേ ഉള്ളൂ. മാന്യമായിട്ട് ജീവിക്കുക. ഒരു വീടൊക്കെ വയ്ക്കുക, മാന്യമായിട്ട് ജീവിക്കുക. പാലക്കാട് ടിക്കറ്റിനാണ് ഇപ്പോൾ ആരാധകർ ഏറെ. കഴിഞ്ഞ തവണത്തെ ബമ്പറുകളുടെ സമ്മാന നേട്ടമാണ് അതിനുള്ള കാരണം. ആൾക്കാർ പാലക്കാടാണ് കൂടുതലും ചോദിക്കുന്നത്. പാലക്കാട് ഒരു ആൾക്കാർക്ക് പ്രതീക്ഷ പാലക്കാട് ടിക്കറ്റ് അടിക്കും എന്നൊരു ഇത് കിടപ്പുണ്ട്. സെയിൽ കൂടുതൽ നടക്കുന്നതുകൊണ്ട് അവിടുത്തെ ടിക്കറ്റ് കൂടുതൽ ആൾക്കാർ ചോദിച്ചു വരുന്ന പാലക്കാടാണ്. ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.